മറന്ന കാര്യം പറയാൻ കഴിവ് കൊടുത്തിട്ടില്ലേ? കൊടുത്ത യാഥാർത്ഥ്യം നിഷേധിക്കാൻ സാധിക്കുമോ? ഈ ചാത്തൻ സേവാ മഠങ്ങളിലെ ചില ആളുകളുണ്ടല്ലോ, ചെന്നു നോക്കൂ, മാതാ അമൃതാനന്ദ വൈദേവിയെ സമീപിച്ചു നോക്കൂ, ശ്രീ സത്യസായ പ്രസായി ബാബയെ സമീപിച്ചു നോക്കൂ. ഒരു സംശയമല്ല, അവരിങ്ങനെ എണ്ണി പറയും നമ്മളോട്, നിങ്ങൾക്ക് തലവേദനായിട്ട് വന്നതാണ് 12 കൊല്ലം തലവേദന പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്, നമ്മുടെ മനസ്സിലുള്ള സൂക്ഷിച്ചു വെച്ച കാര്യം പരിധിയില്ലാതെ കാണാം. ഏതോ നാദാപുരത്തിന്റെ ഒരു മുക്ക് മൂലയിൽ നിന്ന് കടന്നു വന്ന സുഹൃത്തിനെ കാണുന്ന മാത്രയിലാ പറയും നിങ്ങളെ രോഗം ഇന്നതാണ്, ഇത്ര കാലമായി രോഗം തുടങ്ങിയിട്ട്. ഇവർക്കൊക്കെ പറയാൻ കഴിയും. എന്തേ പറയാൻ കഴിയുന്നത്? പിശാചിന്റെ സഹായം കൂടെ ഉണ്ട്. പിശാചിന് പരിധിയില്ലാതെ കാണാനും കേൾക്കാനും കഴിയും സുഹൃത്തുക്കളെ. ജിന്നുകൾക്ക് ഈ കഴിവുണ്ട് സുഹൃത്തുക്കളെ. പ്രിയമുള്ളവരെ, ഇയാള് പറഞ്ഞതിപ്പോ നമ്മുടെ സഹോദരന്മാർ ആൾദൈവമായി കാണുന്ന ബാബനെ അമ്മനെയാണ്. പക്ഷെ അതിന്റെ ഒരു പടി കൂടി കടന്നു. അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യാണ് ഇയാൾക്ക് പണിയെങ്കിൽ നമ്മുടെ ചില സഹോദരന്മാർക്ക് പണി ഇവരിലെ ആൾക്കാർക്കിലേക്ക് റിക്രൂട്ട് ചെയ്യല. ഉള്ളാളത്തങ്ങൾ ഒക്കെ കാണും, ഒക്കെ അറിയുന്നതാണ് നമ്മുടെ ചില ആൾക്കാർ നവോത്ഥാനത്തിന്റെ പേര് പ്രചരിപ്പിക്കുന്നത്. അതുകൂടി കേട്ടുവെക്കുക. കടവത്തൂരിനല്ലേ നബീസല്ലേ പേര്? നിങ്ങളെ ബാപ്പാന്റെ പേര് അഹമ്മദല്ലേ? നിങ്ങളെ ഭർത്താവ് കുറെ ഗൾഫിലായിരുന്നില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ സുഖല്ലേ? അവിടെ പോയിട്ട് മാറിയില്ലല്ലേ? ഇതങ്ങനെ കേൾക്കുമ്പോൾ ഞെട്ടി. ഇയാള് ദിവ്യം തന്നെ കേട്ടോ. എന്താ സംഗതി? ഇയാളുടെ കരീൻ, ഇപ്പൊ എന്റെ കരീനിന്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ അറിയാം. തങ്ങളെ കരീനും എന്റെ കരീനായിട്ട് ബന്ധപ്പെടാം. അതിനെങ്ങനെ സാധിക്കാന്നാ സുല്ലമി ചോദിക്കണേ. ഞമ്മക്ക് അതിന്റെ പണിയല്ല, അവനോട് ചോദിച്ചു നോക്കി എങ്ങനെ സാധിക്കാന്ന്. ജിന്ന് പൂജകന്മാരോട് പോയി ചോദിച്ചു നോക്കി. എന്നിട്ട് കരീനും തമ്മിൽ ബന്ധപ്പെട്ടിട്ടാണ് എന്റെ കഴിഞ്ഞ കാലത്തെ കാര്യമൊക്കെ പറഞ്ഞത്. അതിന് കേൾക്കുന്നോട് കൂടി ഇയാൾ ഭാവി അറിയുന്ന ആളാന്ന് ഞാനങ്ങ് വിശ്വസിച്ച് ഇയാൾ പറഞ്ഞൊക്കെ പിന്നെ അടിമകളെ പോലെ കേൾക്കുകയാണ്. ഇതാണ് ഇപ്പൊ അന്ധവിശ്വാസങ്ങളുടെ ഉള്ളറകൾ തേടി ആളുകൾ പഠിച്ചതാണിത്. പ്രിയമുള്ളവരെ, അന്ധവിശ്വാസം നമ്മൾ പഠിച്ചപ്പോൾ അതിനെ എതിർക്കാനാണ് നമുക്ക് പ്രേരിപ്പിച്ചത്. പക്ഷേ ഇവിടെ ആളുകൾ ചെയ്യുന്നത് എന്താ? ഇതൊക്കെ ചെയ്യും, ഇതൊക്കെ അറിയും. ഇപ്പൊ ജനങ്ങളുടെ പ്രവണത എന്തെന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം പെട്ടെന്ന് ലഭിക്കുന്ന കേന്ദ്രങ്ങളിൽ പോയി സായുജ്യമടയുക. എന്നിട്ട് എത്രത്തോളം പറഞ്ഞു എന്നറിയോ? ഇങ്ങനെ ആളുകൾ അറിയും, അമ്മയറിയും, തങ്ങളറിയും, ബീവി അറിയും, എല്ലാവരും അറിയും. ജിന്നുകളെ പൂജിച്ചാൽ അവർ ഉത്തരവും നൽകും എന്നാണ്. ഒരു സമയത്ത് ജിന്നുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾ എതിർത്തപ്പോൾ ഇവർ പറഞ്ഞിരുന്നത് മുജാഹിദിലെ മടവൂർ വിഭാഗത്തിന് ജിന്നിനെ പറ്റിയുള്ള വിശ്വാസമേ ഇല്ല, അവർ ബാക്ടീരിയയാണ് എന്നാണ് പറയുന്നത് എന്നാണ്. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്? കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശ്വാസമുള്ളതും ഖുർആനിലുള്ളതും ഹദീസിലുള്ളതും എന്തെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. പക്ഷെ നാം എതിർത്തിരുന്നത് ചൂഷണത്തിൽ അധിഷ്ഠിതമായ വിശ്വാസങ്ങളെയായിരുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്തൊരാളെയും ഭയപ്പെടേണ്ടുന്ന അവസ്ഥ അവനുണ്ടായിരുന്നില്ല. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ജനങ്ങളോട് ചോദിച്ചു, അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംന്, നിർഭയനായിരിക്കുവാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ളവൻ ആരാണ്? ആ ചോദ്യം ഒരു മുസ്ലിമിന് ചോദിക്കണമെങ്കിൽ ഏതോ ഒരു മൂലയിൽ നിന്ന് മുട്ടയിൽ നിന്ന് അല വരക്കുമ്പോ എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊരു മുസ്ലിമിനെ പഠിപ്പിച്ചാൽ പിന്നെ ഓന് പേടിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഏതോ മൂലയിൽ നിന്ന് ഏതോ ചാത്തൻ സേവ നടത്തുന്ന ആളെ കരിക്കൽ 4 വരച്ചാൽ എന്റെ ജീവിതം തകരും, എനിക്ക് രോഗം വരും, എനിക്ക് പ്രയാസമുണ്ടാകുമെന്ന് എന്നെ പഠിപ്പിച്ച പിന്നെ ഈമാൻ കൊണ്ടെന്ത് കാര്യം, ഇസ്ലാമം കൊണ്ടെന്ത് കാര്യം? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ജനങ്ങളോട് നിരന്തരം പറഞ്ഞു, വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പടച്ചോനെ പേടിച്ചാൽ മതി. പടച്ചവനിൽ ബരമേൽപ്പിച്ച ആളെ ഒരാൾക്കും തകർക്കാൻ കഴിയില്ല, ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന് പടച്ചവനെ പേടിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് ലോകത്തൊരാളെയും പേടിക്കാതെ ജീവിക്കാൻ കഴിഞ്ഞു. ആരാണ് കൂട്ടരെ ഏറ്റവും കൂടുതൽ നിർഭയനായി ജീവിക്കുവാൻ അർഹതയുള്ളത് എന്ന് ചോദിക്കാൻ കഴിഞ്ഞു. നമുക്കത് ചോദിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? ഒരുപക്ഷേ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിപ്പിച്ചിരുന്നു, ഒരു പള്ളിക്കാട്ടിന്റെ അടുത്തുകൂടെയും പേടിക്കണ്ട, മരിച്ചുപോയ ഒരാളെ നമ്മളെ ഉപദ്രവിക്കാൻ വരില്ല. ഒരു പഴയ വീടിന്റെ അടുത്തുകൂടെ പോകുമ്പോഴും പേടിക്കണ്ട, ഒരു ജിന്നും നമ്മളെ ഒന്നും ചെയ്യില്ല. അല്ലാഹുവാണ് നമ്മുടെ രക്ഷകൻ, അവനാണ് നമ്മുടെ കാവലേകുന്നവൻ, അവനാണ് നമ്മളെ നിയന്ത്രിക്കുന്നവൻ, അവനാണെല്ലാം അറിയുന്നവൻ, അവനിലേക്കാണ് പരമേൽപ്പിക്കപ്പെടേണ്ടവൻ. ഇങ്ങനെ പഠിപ്പിച്ച ആളുകൾക്കിടയിൽ അല്ല മറ്റു പലരും പലതും ചെയ്യും, മറ്റു പലരും പലതും അറിയും എന്നൊക്കെ പറയുക മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് പോലും വിപരീതം തരങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. ഖുർആൻ പലയിടങ്ങളിലായിട്ട് പറഞ്ഞു, അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ ആരാധന കൊണ്ടൊരു ഫലവുമില്ല,
കൈകൊണ്ടിങ്ങനെ ഉയർത്തിപ്പിടിച്ച് വെള്ളം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ പോലെ കിണറിലുള്ള വെള്ളം അവന്റെ കൈകളിലെത്താത്തതുപോലെ ആരോട് പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടൂല, ആരെ പൂജിച്ചാലും ഉത്തരം കിട്ടൂല, ആരെ ആരാധിച്ചാലും ഉത്തരം കിട്ടൂല. വല്ലദീന തദഊന മിൻ ദൂനില്ലാഹി മാ യംലികൂന മിൻ ഖുത്മീർ, ഒരീത്തപ്പടക്കുരുവിന്റെ പാട പോലും അവർ സ്വന്തമായിട്ട് ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ അല്ലാഹു അല്ലാത്ത എല്ലാ ആരാധ്യന്മാർക്കുമുള്ള കഴിവും നിഷേധിക്കുകയാണ്. ഒരാളും ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഉണ്ട് എന്ന് പറയപ്പെടുന്നതോ മുമ്പ് ഞാൻ എന്റെ പല പ്രഭാഷണങ്ങളിലും സൂചിപ്പിച്ചിരുന്നു. ഇത് കേവലം ഏതെങ്കിലും വ്യക്തികളിലേക്ക് മാത്രമല്ല, ബിംബങ്ങളിലേക്ക് മാത്രമല്ല, ഔലിയാക്കളിലേക്കും ദിവ്യമാരിലേക്കും അല്ലാഹു അല്ലാത്ത ആരിലേക്കും അത്ഭുതങ്ങളെ ചേർത്തി പറഞ്ഞാലും മുസ്ലിമിന് ആ അത്ഭുതങ്ങളുടെ കാൽ കീഴിൽ പോയി തല സമർപ്പിക്കേണ്ടതില്ല. അവരാണ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് അവൻ ഓരോ ബാങ്ക് കേൾക്കുമ്പോഴും പടച്ചവനോട് പറയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. പടച്ചവനെ ഒരു കഴിവുമില്ല, പടച്ചവനെ തെറ്റിലേക്ക് പോകാനുള്ള ഒരു കഴിവുമില്ല, തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവില്ല, നന്മ ചെയ്യാനുള്ള കഴിവില്ല, നന്മ ഉപേക്ഷിക്കാനുള്ള കഴിവില്ല. നീയല്ലാതെ, നീ നൽകുന്നതല്ലാതെ ഒക്കെ പടച്ചവനാ തരുന്നത്, ഒക്കെ പടച്ചവന്റെ കഴിവാണ്. അപ്പൊ ആരോട് ചോദിച്ചാലും, ആരോട് പ്രാർത്ഥിച്ചാലും, ആരാധിച്ചാലും മനുഷ്യന് ലഭിക്കുന്ന ഉപകാരങ്ങളും ഉപദ്രവത്തിന്റെയും പിന്നെ റബ്ബ് മാത്രമാണ്. അല്ലാതെ പൂജിക്കപ്പെട്ടതിന്റെ പേരിലോ ആരാധിക്കപ്പെട്ടതിന്റെ പേരിലോ അവർക്കൊരു ഉപകാരവും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ആരെ പൂജിച്ചാലും അവർ ഉത്തരം ചെയ്യൂല, ആരാധിച്ചാലും അവർ ഉത്തരം ചെയ്യൂല. ഇത് നമ്മൾ പറഞ്ഞതല്ല, സർവാധിരാജനായ പടച്ചവൻ പറഞ്ഞതാണ്. അതാണ് നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ആദർശത്തിൽ നിന്ന് വിഭിന്നമായി ജനങ്ങളെ പഠിപ്പിച്ചത് എന്താ? ഇവര് ഇസ്ലാഹ് മാസികയാണ്. ഈ ഇസ്ലാഹ് മാസികയിൽ സൂചിപ്പിച്ചതെന്താ? അവരെ അഥവാ ജിന്നുകളെ പൂജിക്കുന്നവരെ ഏതെങ്കിലും നിലക്ക് സഹായിക്കുവാൻ സാധിച്ചേക്കുമെന്നാണ് ഇവിടെ പറഞ്ഞത്. പല രൂപങ്ങളിൽ വിശദീകരിച്ചിട്ട് അവരെ സഹായിക്കും, അവരോട് സഹായം ചോദിച്ചാൽ ഉത്തരം കിട്ടും, പൂജിച്ചാൽ ഉത്തരം കിട്ടും. ഖുർആൻ പരിശോധിച്ച് നോക്കും നിങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെ ധാരാളം ആയത്തുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് കാണാം. അല്ലാഹു അല്ലാത്ത ആളുകളെ പൂജിച്ചാലോ ആരാധിച്ചാലോ അവരോട് പ്രാർത്ഥിച്ചാലോ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതല്ല. നിങ്ങൾ എന്ത് വാദിച്ച് സമർത്ഥിച്ചാൽ തന്നെ പടച്ചവൻ മാത്രമാണ് എല്ലാറ്റിന്റെയും പിന്നിലുള്ളത് എന്ന് പഠിപ്പിക്കുമ്പോൾ ഇവരെ പൂജിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിനെതിരാണ്. മാത്രമല്ല പ്രിയമുള്ളവരെ, ഒരു സംവാദം നടന്നു കുന്നത്തേരിയിൽ ആലുവയിൽ നടന്ന സംവാദത്തിൽ ഒരു ചോദ്യം വന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് പറയാൻ സാധിക്കായതുപോലെ എന്തുകൊണ്ടാ? തൗഹീദിന്റെ പ്രബോധകരാണെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ തൗഹീദിന് വിപരീതമായ വിശ്വാസം വെച്ചു പുലർത്തുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ ചോദ്യം മുട്ടിപ്പോകും, ഉത്തരം മുട്ടിപ്പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ വിശദീകരിച്ച പ്രമാണങ്ങളിൽ നിന്ന് അടിസ്ഥാനമാക്കി അത് സംസാരിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യം നാം ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടതില്ല. പക്ഷെ സംഭവിച്ചതെന്താ? നാം പറഞ്ഞു, പലപ്പോഴും നമ്മുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചു, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രശ്നങ്ങൾക്കും അവൻ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്, അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ സഹായിക്കുന്നവന്റെ നാഥനാണ്. അവരല്ലാത്ത ഒരാളോടും ചോദിക്കണ്ട, പറയണ്ട, സഹായിക്കില്ല, ഉത്തരം കിട്ടില്ല. അത് ജിന്നാകട്ടെ മലക്കാകട്ടെ എന്ന് നമ്മുടെ വക പറഞ്ഞതല്ല. ഖുർആനിന്റെ ആയത്തോട് ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅകും വലൗ സമീഉ മസ്തജാബൂ ലക്കും. നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവരല്ല, കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതല്ല എന്ന് ഖുർആനാ പറഞ്ഞത്. ഹും എന്ന് പറഞ്ഞാൽ അതിൽ ഔലിയാക്കളുണ്ട്, അമ്പിയാക്കളുണ്ട്, അജ്സാമുകളുണ്ട്, അൻസാബുകളുണ്ട്, അസ്ലാമുകളുണ്ട്, ഷജറുണ്ട്, ഹജറുണ്ട്. ഇവയൊക്കെ ഇതിൽ പെടുമെന്ന് നമ്മൾ പറഞ്ഞത് നമ്മുടെ വകയായിരുന്നില്ല, തഫ്സീറുകളിൽ പറഞ്ഞത് കൊണ്ടായിരുന്നു. അതേ പ്രകാരം തന്നെ ജിന്നുണ്ട്, മറിയമുണ്ട്, ഈസയുണ്ട്, മലായിക്കത്തുണ്ട്. ഇത് നമ്മൾ പറഞ്ഞതല്ല, ഖുർആനിലുള്ളത് കൊണ്ട് തഫ്സീറുകളിലുള്ളത് കൊണ്ട് പറഞ്ഞതാ. പക്ഷേ വിജനപ്രദേശത്തെത്തിക്കഴിഞ്ഞാൽ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ മനസ്സിൽ ജിന്നിനെ വിചാരിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നാണ് ഇവർ എഴുതി വിട്ടത് ഇസ്ലാഹ് മാസികയിൽ.